ഹലോ ഓൾ, +2 ക്ലാസ്സുകൾ ഇതാ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരാഴ്ച മാത്രമാണ് നമുക്കിനി +2 ക്ലാസ് ആരംഭിക്കാൻ വേണ്ടി ബാക്കിയുള്ളൂ. ഈ നിമിഷം എല്ലാ വിദ്യാർത്ഥികളും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് +2 ക്ലാസ്സിനകത്ത് മാർക്കുകൾ നേടാൻ വേണ്ടി സാധിക്കുമോ? +1 ഞാൻ അപ്പാടെ ഉഴപ്പിയിരുന്നു, ഞാനൊന്നും പഠിച്ചിരുന്നില്ല, എനിക്കിത് ഈ നിമിഷം ഒരു ആഗ്രഹം വന്നിരിക്കുകയാണ് +2 ക്ലാസ്സിൽ മാർക്ക് നേടണമെന്ന്. അതെനിക്ക് പോസിബിൾ ആണോ എന്ന് എല്ലാ വിദ്യാർത്ഥികളും ചിന്തിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത്രമേൽ ഉപകാരപ്പെടും. മറ്റൊന്നുമല്ല, +2 ക്ലാസ്സിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ +1ൻ്റെ ഏതെല്ലാം പാഠങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സോ എല്ലാവരും ഈ കാണുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ടിരുന്ന് കാണുക. നമുക്ക് മനസ്സിലാക്കാം +1ൻ്റെ ബേസിക്സ് എന്തെല്ലാമാണ് +2ലേക്ക് ആവശ്യമുള്ളതെന്ന്. എനിക്ക് എല്ലാവരോടും ഈ നിമിഷം ഒരു കാര്യം മാത്രമാണ് പറയാൻ വേണ്ടിയുള്ളത്. മറ്റൊന്നുമല്ല, എല്ലാവരും ഈ നിമിഷം തന്നെ പഠിക്കുവാൻ വേണ്ടി ആരംഭിക്കണം. +2 ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പഠിക്കാനുള്ള വർഷമാണെന്ന് എല്ലാവർക്കും അറിയാം. ആയതിനാൽ ഈ നിമിഷം തന്നെ എല്ലാവരും പഠനത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുക തന്നെ വേണം. +2 മാത്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ മൊത്തമായിട്ടുള്ളത് 13 പാഠം. 13 പാഠത്തിൽ നമുക്ക് ബേസിക്സ് കയറി വരുന്ന കുറച്ച് പാഠങ്ങളുണ്ട്. അതെല്ലാം ഏതാണെന്ന് വളരെ ഗംഭീരമായിട്ട് തന്നെ പരിശോധിക്കാം. ഒന്നാമത്തെ പാഠം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇതേ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ +1 ക്ലാസ്സിലും കേട്ട് കാണും. NCERT ബുക്കിലെ രണ്ടാമത്തെ പാഠം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സോ +2 ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് +1 ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അറിഞ്ഞിരിക്കണം. അതിനകത്തുള്ള എന്താണ് റിലേഷൻ, എന്താണ് ഫങ്ഷൻസ്, അതിൻ്റെ ഡെഫിനിഷൻ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് +2 ക്ലാസ്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് മനസ്സിലാവുകയുള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ പാഠമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. +2 ക്ലാസ്സിനകത്ത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും +1നകത്ത് മറ്റൊരു ചാപ്റ്റർ ഉണ്ട്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലാസ് +2 ക്ലാസ്സിൽ ഉടനീളം ഉപയോഗിക്കുന്നുണ്ട്. കാൽക്കുലസിലേക്ക് വരുമ്പോൾ ആയിക്കോട്ടെ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിന് മുതലായിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്താണ് ട്രിഗണോമെട്രിയിലെ ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആയതിനാൽ എല്ലാ മക്കളും ട്രിഗണോമെട്രിയുടെ എല്ലാ ഫോർമുലാസും തന്നെ പഠിക്കണം. ഈ കാണുന്ന വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു വാട്സപ്പ് ചാനൽ ലിങ്ക് പിൻ ചെയ്യുന്നുണ്ട്. അത് +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വാട്സപ്പ് ചാനലാണ്. ഈ കാണുന്ന വാട്സപ്പ് ചാനലിൽ ഞാൻ +2 ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതെല്ലാം ട്രിഗണോമെട്രി ഫോർമുലയാണ് ആവശ്യം എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആ കാണുന്ന PDF ഡൗൺലോഡ് ചെയ്ത് എല്ലാ മക്കളും ട്രിഗണോമെട്രിക് ഫോർമുല ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കുക. പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വീട്ടിൻ്റെ ചെമരുമേലൊന്ന് ഒട്ടിച്ചു വെച്ച് അത് നിരന്തരമായിട്ട് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. മറ്റൊന്നുമല്ല, ഈ കാണുന്ന ഫോർമുലാസ് നമ്മൾ അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ sin 2x ഫോർമുല 2 sin x cos x. cos 2x 3 ഫോർമുലാസാണ് നമ്മൾ പൊതുവെ അപ്ലൈ ചെയ്യാറ്. cos square x - sin square x, 2 cos square x - 1, 1 - 2 sin square x. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ഇതെല്ലാം തന്നെ +2 ക്ലാസ്സിനകത്ത് ഉപയോഗിക്കുന്നതാണ്. ആയതിനാൽ എല്ലാ മക്കളും ഈ കാണുന്ന എല്ലാ ഫോർമുലാസും പഠിച്ചിരിക്കണം. നമുക്ക് അടുത്തതായിട്ട് +2 മാത്സിലെ 3ാമത്തെയും 4ാമത്തെയും പാഠം പരിശോധിക്കാം, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ന്യൂ ആണ്. ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്താണ് പണ്ട് പഠിച്ചതിനകത്ത് ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് +2 ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സോ ഒരു ബേസിക്സും ആവശ്യമില്ലാത്ത 2 പാഠങ്ങളാണ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്. 5ാമത്തെ പാഠമായിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ ഉണ്ട് +1ലെ. മറ്റൊന്നുമല്ല, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ബാക്കിയാണ് നമുക്ക് NCERT ബുക്കിലെ 5ാമത്തെ പാഠമായിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. സോ എല്ലാ മക്കളും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഉള്ള ചാപ്റ്ററിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ഒരു വട്ടം റിവൈസ് ചെയ്യണം. എന്നിട്ട് മാത്രമാണ് +2 ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പാടുകയുള്ളൂ. 6ാമത്തെ പാഠമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, 7ാമത്തെ പാഠമായിട്ടുള്ള ഇൻറ്റഗ്രൽസ്. ഇതെല്ലാം തന്നെ നമുക്ക് കോൺസെപ്റ്റുകൾ കയറി വരുന്നത് പൊതുവെ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെയാണ്. ട്രിഗണോമെട്രിയുടെ നമുക്ക് ഫോർമുലാസ് എല്ലാം തന്നെ ഈ ചാപ്റ്റേഴ്സിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഞാനത് ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നമുക്ക് അടുത്ത പാഠം പരിശോധിക്കാം, 8ാമത്തെ പാഠമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്. ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്, വേറൊന്നുമല്ല. ഈ ചാപ്റ്റർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കംപ്ലീറ്റ് കോൺസെപ്റ്റുകളും തൊട്ടുമുമ്പത്തെ ഇൻറ്റഗ്രൽസിലാണ്. എന്നാൽ തന്നെയും അവിടുത്തെ ചെയ്യുന്ന പ്രോബ്ലംസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും +1ൽ പഠിച്ച സ്ട്രേറ്റ് ലൈൻസ് ആൻഡ് കോണിക് സെക്ഷൻസ് എന്ന ഒരു ചാപ്റ്ററാണ്. സ്ട്രേറ്റ് ലൈൻസ് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഫോർമുലയാണ്, 2 പോയിന്റ് ഫോം എന്ന് പറയും. 2 പോയിന്റ് തരും എന്താണ് ലൈൻ ഇക്വേഷൻ ആണ് y - y1 ഡിവൈഡഡ് ബൈ x - x1 = y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. ഇതാണ് ആ ഫോർമുല. എല്ലാവരും എഴുതിയെടുക്കൽ ഇപ്പോൾ തന്നെ. അടുത്തായി കോണിക്കിലേക്ക് വരുമ്പോൾ കോണിക്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഷേപ്സ് തന്നെയാണ്. സർക്കിളിൻ്റെ ഫോർമുല അറിയണം, x - h² + y - k² = r². ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് സെൻറ്റർഡ് അറ്റ് h, k ഹാവിംഗ് റേഡിയസ് r. അതുപോലെ തന്നെ 4 ടൈപ്പ് പാരബോളയുടെ ഇക്വേഷൻ അറിയണം, y² = 4x. ഇതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനം. ആൻഡ് y² = -4x, x² = 4ay, x² = -4ay. ഈ കാണുന്ന 4 ഫോർമുലാസും എല്ലാ മക്കളും അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഷേപ്സും കൂടി മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കണം. കാരണം ഷേപ്സ് നമുക്ക് ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ആവശ്യമുണ്ട്. ഒന്നും കൂടി ബാക്കിയുണ്ട്,
എലിപ്സ്. എലിപ്സിൻ്റെ ഫോർമുലയും കൂടി എല്ലാ മക്കളും ഒന്ന് ഓർത്തു വയ്ക്കുക. x² + a² + y² = b² = 1, a greater than b, and x² + b² + y² / a² = 1. ഇവിടെയും a greater than b ആണ്. സോ എലിപ്സിൻ്റെ ഫോർമുലയും കൂടി എല്ലാ മക്കളും ഒന്ന് എഴുതിയെടുക്കുക. കാരണം ഇത് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് എന്തായാലും എക്സാമിന് 4 മാർക്കും ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഒന്നായിരിക്കും ഇത്. 8ാമത്തെ പാഠം ഡിഫറൻഷ്യൽ ഇക്വേഷൻ പരിശോധിക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് പണ്ടത്തെ ഒരു കോൺസെപ്റ്റും ആവശ്യമില്ല, ഒരു ബേസിക്സും ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ന്യൂ ചാപ്റ്ററാണ്. ആയതിനാൽ +1 നിങ്ങൾക്ക് ഒന്നും തന്നെ ഇതിൻ്റെ ബേസിക്സ് ആയിട്ട് വരുന്നില്ല. സോ എല്ലാവർക്കും വളരെ സുഖമായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ചാപ്റ്റർ തന്നെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കിനി ബാക്കി നിൽക്കുന്ന 4 പാഠങ്ങൾ: വെക്റ്റർ, 3D, LPP ആൻഡ് ഫൈനലി പ്രോബബിലിറ്റി. ഈ 4 ചാപ്റ്റേഴ്സിനകത്ത് ബേസിക്സ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മറ്റൊന്നുമല്ല, പെർമുറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ. കാരണം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് സെലക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ഈ സെലക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് എന്താണ്, നമ്മൾക്ക് പെർമുറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻസിലെ കോമ്പിനേഷൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. വളരെ സിമ്പിൾ ഫോർമുലയാണ്, വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. എല്ലാ മക്കളും ആ കാണുന്ന ഫോർമുലയും കോൺസെപ്റ്റും പഠിച്ചിരിക്കണം. സോ ഇത്ര മാത്രമാണ് നിങ്ങൾ എല്ലാവരും തന്നെ +1 ക്ലാസ്സിൻ്റെ ബേസിക്സ് എന്ന രീതിക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഈ കാണുന്ന എല്ലാ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഈ ഒരു ആഴ്ചയിൽ വായിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക, ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ട്രിഗണോമെട്രിയിലെ ഫോർമുലാസ്, പെർമുറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ, സ്ട്രെയിറ്റ് ലൈൻസ്, കോൺ സെക്ഷൻസ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഈ കാണുന്ന 6 പാഠങ്ങളാണ് നമുക്ക് ഏറ്റവും അധികം ആവശ്യം. ഇനി സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററും കൂടി വായിച്ചു വെക്കാം. സോ എല്ലാവരും ഈ ഒരാഴ്ച കംപ്ലീറ്റ് സമയം ഇരുന്ന് പഠിച്ച് സ്കൂളിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചു എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊണ്ട് തന്നെ പഠനം ആരംഭിക്കണം. എന്നാലാണ് നമുക്ക് +2 ക്ലാസ്സിനകത്ത് ഫുൾ മാർക്ക് തന്നെ നേടാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഫോർമുലാസും താഴെ കാണുന്ന വാട്സപ്പ് ചാനൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. +2 ക്ലാസ്സിനകത്ത് ഒന്നിച്ച് തന്നെ ഫുൾ മാർക്ക് നേടാം. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.